നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ തിയറി എന്താണെന്ന് നോക്കി. അതേപോലെ പുതിയ ടേംസ് ക്ലാസ്, ഒബ്ജക്ട്സ്, ഇങ്ങനെ കുറച്ച് ടേംസ് പരിചയപ്പെട്ടു. നമുക്കപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന, ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അതിനകത്ത് എങ്ങനെയാണ് ആട്രിബ്യൂട്ട്സും ബിഹേവിയറും എല്ലാം സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട കീവേഡാണ് ക്ലാസ്. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് ഇവിടെ കൊടുക്കുക, പേഴ്സൺ. ഞാൻ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തു, ഒരു കോളൻ യൂസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇൻറ്റൻറ്റിൽ ടൈപ്പ് ചെയ്യുന്ന കോഡെല്ലാം ഈ ക്ലാസ്സിൻ്റെ കോഡായിരിക്കും. ഈ ഒരു ഇൻറ്റൻറ്റിൽ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കോഡും ഈ ക്ലാസ്സിൻ്റെ കോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ക്ലാസ് ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എറർ അടിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ എഴുതണം, അതല്ലെങ്കിൽ നമ്മൾ പാസ് ഇട്ട് കൊടുത്താൽ മതി. എറർ അടിക്കാതിരിക്കാൻ വേണ്ടി പാസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെത്തേഡ്സ് നമുക്ക് എഴുതാം. അതായത് ക്ലാസ്സിനകത്ത് വരുന്ന ടൈമിൽ നമ്മൾ ഫംഗ്ഷനെ വിളിക്കുന്നതാണ് മെത്തേഡ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെത്തേഡ്സ്, നമ്മുടെ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ബിഹേവിയേഴ്സ് നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മെത്തേഡ് എഴുതാൻ പോവുകയാണ്, DEF. മെത്തേഡൊക്കെ നമ്മളെ ഫംഗ്ഷൻ എഴുതുന്ന സെയിം അത് തന്നെയാണ് മെത്തേഡെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ DEF റണ്ണിങ്, ഇതൊരു മെത്തേഡാണ്. ഇതിനകത്ത് നമ്മുടെ ക്ലാസ്സിനകത്താണ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുള്ളത് കൊണ്ട് നമ്മൾ ആദ്യത്തെ പാരാമീറ്റർ, നമ്മുടെ ഈ ഒരു മെത്തേഡിൻ്റെ ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുകയാണ്, പ്രിൻ്റ് ഓഫ് വാക്കിംഗ്. അതേപോലെ DEF റണ്ണിങ്, ഇതിനകത്ത് പ്രിൻ്റ് ഓഫ് റണ്ണിങ്. അപ്പോൾ സെൽഫ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു ഫംഗ്ഷനായിട്ട് തന്നെ കരുതിയാൽ മതി. ഈ സെൽഫ് ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട, അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ബിഹേവിയേഴ്സ് ഈ ഒരു ക്ലാസ്സിനകത്ത്, ഇതാണ് നമ്മുടെ ക്ലാസ്സിനകത്ത് രണ്ട് ബിഹേവിയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, അഥവാ രണ്ട് മെത്തേഡ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് റണ്ണിങ്ങും അതേപോലെ ഒന്ന് വാക്കിങ്ങും. രണ്ട് ബിഹേവിയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇനി നമ്മൾ ഈ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ക്ലാസ്സിൻ്റെ പുറത്ത്. ഓക്കെ, ഈ ക്ലാസ്സിൻ്റെ പുറത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പേഴ്സൺ ഇങ്ങനെ കൊടുക്കാം, പേഴ്സൺ ഈക്വൽ ടു പേഴ്സൺ. നമ്മുടെ ക്ലാസ്സിൻ്റെ പേരിവിടെ കൊടുക്കുക, ഒരു ബ്രാക്കറ്റ് ഓപ്പണിങ് ക്ലോസിങ്. ഇങ്ങനെ നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഇവിടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് ഇപ്പോൾ ഏതാണ്, പേഴ്സൺ. ഈ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ, ഇവിടെ വേരിയബിൾ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, എന്നോ ബിന്നോ സിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്ത വേരിയബിൾ എന്ന് പറഞ്ഞാൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എന്നേ ഉള്ളൂ. ഓക്കെ, പേഴ്സൺ കുറച്ച് മനസ്സിലാവും, ഞാൻ പേഴ്സൺ ഒബ്ജക്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പേഴ്സൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേരിയബിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് അസൈൻ ചെയ്യുന്നത് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലാസ്സിനെയാണ് ഞാൻ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിനെയാണ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലുള്ള കംപ്ലീറ്റ് കണ്ടൻറ്റിൻ്റെയും ഒരു ചെറിയ ഫോം ഇതിനകത്ത് ഈ ഒബ്ജക്റ്റിനകത്ത് ഉണ്ടാവും. അത് ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഇതിനകത്തുള്ള എല്ലാ ബിഹേവിയേഴ്സും നമുക്ക് വിളിക്കാൻ പറ്റും, എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് വിളിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് വിളിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് n നമ്പർ ഓഫ് ഒബ്ജക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേഴ്സൺ ഒബ്ജക്റ്റ് 1, അതേപോലെ പേഴ്സൺ ഒബ്ജക്റ്റ് 2 ഈക്വൽ ടു പേഴ്സൺ, അങ്ങനെ n നമ്പർ ഓഫ് ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പേഴ്സൺ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് അതിനകത്തുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം, പേഴ്സൺ ഒബ്ജക്റ്റ് 1 ഡോട്ട്, കണ്ടോ റണ്ണിങ്ങും അവൈലബിൾ ആണ്, വാക്കിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ റണ്ണിങ് എന്ന് പറഞ്ഞ്
കൊടുത്തു, ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തുള്ള ഫങ്ഷൻസിനെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം അത് ക്ലാസ്സിനകത്തുള്ളതാണ്. അത് ക്ലാസ്സിനകത്തുള്ളതിനെ നമുക്ക് വിളിക്കണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ്, ആ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ റണ്ണിങ് എന്നുള്ളതിനെ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ, നോക്കാം. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പേഴ്സൺ ഒബ്ജക്റ്റ് 1 അല്ലെങ്കിൽ 2 ഡോട്ട് വാക്കിംഗ് അതിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റണ്ണിങ്ങും കോൾ ആയിട്ടുണ്ട്, വാക്കിങ്ങും കോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ 2 ഒബ്ജക്റ്റ് മാത്രമല്ല, ഇപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സൺ ആയിരിക്കും, ഒരുപാട് ആൾക്കാരായിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ ബിഹേവിയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ ഓരോ ബിഹേവിയേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു പാരാമീറ്ററും കൂടെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, നെയിം. അതേപോലെ വാക്കിങ്ങിന് ഒരു നെയിമും കൂടെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഒബ്ജക്റ്റ് 2 ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ഇതാക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഓക്കെ, മനു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മനു ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ആണ്, അല്ലെങ്കിൽ മനു ഓടുകയാണ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് കരുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പേഴ്സൺ എന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മനു ചെയ്യുന്നതാണ്, മനു റണ്ണിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മനു ഓക്കെ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യുന്നിടത്തൊന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ മനു ചെയ്യുന്നത് റണ്ണിങ് ആണ്. അപ്പോൾ മനു നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേരിപ്പോൾ മനു ഡോട്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് ആളുടെ പേരെന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നേരെ ഞാനൊരു കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരെ ഇൻട്രസ്റ്റുകൾ ഡിഫറൻസ് ആയിരിക്കും. ചിലർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് സ്പോർട്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ മാത്രം നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും, അത് മാത്രം നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ മനു ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്രിൻ്റായി. ഇനിയിപ്പോൾ വേറൊരു ആളും കൂടി ഉണ്ടെന്ന് കരുതാം, ആൾക്ക് ഇഷ്ടം വാക്കിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് റാം എന്ന് കൊടുത്തു, റൺ ചെയ്ത് കഴിഞ്ഞാൽ മനു ഈസ് റണ്ണിങ്, റാം ഈസ് വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 പേർക്കും ഓരോന്നാണ് നമ്മൾ പ്രിൻ്റ് ആക്കുന്നത്. ഇനിയിപ്പോൾ മനുവിന് തന്നെ അല്ലെങ്കിൽ റാമിന് 2ഉം ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് വീണ്ടും ഈ റണ്ണിങ്ങും കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. നമുക്ക് എത്ര ഇൻസ്റ്റൻസുകൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സിന് എത്ര ഒബ്ജക്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി കൂടുതലായിട്ട് അതിൻ്റെ ഒരു കൺസ്ട്രക്ടർ വരുന്നുണ്ട്, അതേപോലെ സെൽഫി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം.